ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ മക്കൾ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അമീർ ഹസി, മുഹമ്മദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പ്രതിരോധ സേനയും ഇസ്മായിൽ ഹനിയയും സംഭവം സ്ഥിരീകരിച്ചു. ഭീകരവാദ ആക്രമണത്തിനായുള്ള നീക്കത്തിനിടെയാണ് 3 പേരും കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വിശദീകരണം. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ ചേർന്നുണ്ട്. ഐസൺ, എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായും വിഷ്ണു, ഏറെ സങ്കീർണമാകുകയാണ് ഇസ്രായേൽ ഗാസ ബന്ധം എന്ന ഒരു സൂചനകളിലേക്കാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വഴിമരുന്നിടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഇസ്മായിൽ ഹനിയയുടെ അമീർ ഹസൻ, മുഹമ്മദ് എന്നീ 3 മക്കളാണ് കൊല്ലപ്പെട്ടത്. 4 മക്കളിൽ 3 പേരും കൊല്ലപ്പെട്ടുവെന്ന് ഇസ്മായിൽ ഹനിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്മായിൽ ഹനിയ അറിയിക്കുകയും ഇക്കാര്യം ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇക്കഴിഞ്ഞ ദിവസമാണ് ഈജിപ്തിലെ കൈറോയിൽ ഈ സമാധാന ശ്രമങ്ങൾക്കുള്ള ചർച്ചകൾ ആരംഭിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായത്. ഇതിനായി അമേരിക്കയുടെ പ്രതിരോധ പ്രതിനിധി ബിൽ ബേൺസ് എല്ലാം തന്നെ എത്തുകയും ചെയ്തു. എങ്കിൽ കൂടി ഈ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും, ഇസ്രായേൽ അനുകൂലിക്കുന്ന രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഒരു പ്രതികരണം ഉണ്ടായില്ല എന്ന് തന്നെയാണ് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം, അതായത് തീവ്രവാദ വിഭാഗത്തിന് സമാനമായി മറ്റൊരു രാഷ്ട്രീയ വിഭാഗം, പാർലമെന്ററി വിഭാഗവും പ്രവർത്തിക്കുന്നത്. അതിന്റെ നേതാവായ ഹമാസിന്റെ ഇസ്മായിൽ ഹനിയയുടെ മക്കൾ കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 4 മക്കളിൽ 3 പേരും കൊല്ലപ്പെട്ടുവെന്ന് അദ്ദേഹം ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തത്. എന്തുതന്നെയായാലും പ്രദേശത്തെ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കുന്നതിന് UN സുരക്ഷാ കൗൺസിൽ ഉൾപ്പെടെ നടപടികൾ സ്വീകരിച്ച് അമേരിക്ക അക്കാര്യത്തിൽ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുചെന്നുവെങ്കിൽ കൂടി 14 രാജ്യങ്ങളും അക്കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കുകയും വെടിനിർത്തൽ വേണമെന്ന നിലപാട് ഉറപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണവും ഇത്തരത്തിലൊരു സംഭവവികാസവും, അതും പ്രധാനമായ ഹമാസ് നേതാവിന്റെ മക്കളെ തന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്ത് തന്നെയായാലും എങ്ങനെയാണ് ഇതിന്റെ സംഭവവികാസങ്ങൾ ഇനി തുടരുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും സമാധാന ശ്രമങ്ങൾക്ക് ഒരു വിഘ്നം വരാവുന്ന പ്രശ്നം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. വിഷ്ണു, ഐസൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഭീകരവാദ ആക്രമണത്തിനുള്ള ഒരു നീക്കത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കൊക്കെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുകയില്ല. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, മുൻപും സമാധാന ചർച്ചകൾ നടന്നിരുന്നു, അതൊക്കെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇനിയും ഇത്തരത്തിലുള്ള സമാധാന ചർച്ചകൾക്ക് കൂടിയുള്ളൊരു സാധ്യത തെളിയുന്നുണ്ടോ? തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു മേഖലയിൽ, അതായത് ഗാസയിലെ ഹമാസിന്റെയും അതുപോലെ തന്നെ ഇസ്രായേലിനെ എതിർക്കുന്ന മറ്റു സംവിധാനങ്ങളിലെ, അതായത് ഹമാസ്, ഹിസ്ബുള്ള, അതുപോലെ തന്നെ ഹൂതി വിമതർ, അത്തരത്തിലുള്ള നിരവധി ഇസ്രായേലിനെ എതിർക്കുന്ന ഇത്തരത്തിലുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകൾ ഇസ്രായേലിന് ചുറ്റുമായുണ്ട്. ലബനനിലുണ്ട്, അതുപോലെ തന്നെ ഇറാഖിലുണ്ട്, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇറാനിലുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചുറ്റും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമാധാന ശ്രമങ്ങൾക്ക് ഇത്തരത്തിലൊരു ആക്രമണം നടന്നാൽ പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. സ്വാഭാവികമായും വീണ്ടും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും. തീവ്രവാദ ആക്രമണത്തിനുള്ളൊരു നീക്കത്തിനിടെയാണ് ഈ സംഭവം നടന്നത് എന്ന് ഇസ്രായേൽ സേന സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര സംവിധാനങ്ങളെല്ലാം തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തു തന്നെയായാലും സമാധാന ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട് എന്ന ലോകത്തിന്റെ ആവശ്യം, അത് യുണൈറ്റഡ് നേഷൻ പൊതുസഭയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കൗൺസിലും ഒരുപോലെ നിലപാടെടുത്ത വിഷയത്തിൽ ഇത്തരമൊരു പ്രത്യാഘാതം ഉണ്ടാകുന്നത് ഭാവിയിൽ വലിയ ആഘാതങ്ങളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ ശക്തമായ ഒരു തിരിച്ചടിക്കുള്ള സാധ്യത, അല്ലെങ്കിൽ അതിനുള്ള ഒരു ശേഷിയുണ്ട് എന്ന് കരുതുക വയ്യ. എന്നാൽ ഹിസ്ബുള്ളയുണ്ട്, ഹൂതി വിമതർ ചെങ്കടലിലൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സസ് ഉണ്ട്. ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ, അതായത് ഇസ്രായേൽ ഗാസ ചർച്ചയ്ക്കിടയിൽ അവരുടെ പിന്തുണയ്ക്ക്, അതായത് ഹമാസിന്റെ പിന്തുണയ്ക്ക് എത്തുകയും എന്നാൽ മറ്റു വ്യവസ്ഥാപിത ചർച്ചകളിൽ ഭാഗമല്ലാതിരിക്കുകയും ചെയ്യുന്ന സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണമാണ് ഏറെ ഗൗരവതരമാകുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തുതന്നെയായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെയും അതുപോലെ തന്നെ ഗാസയെയും സംബന്ധിച്ചിടത്തോളം സമാധാനം അടുത്തല്ല എന്ന സൂചനകൾ തന്നെയാണ്. അതായത് ശാശ്വത വെടിനിർത്തലും ഒരു സമാധാനവും 2 സ്റ്റേറ്റുകളായി മാറി കൃത്യമായ ഭരണം നടത്തുക എന്ന ആ ഒരു അന്താരാഷ്ട്ര ലോകരാഷ്ട്രങ്ങളുടെ നിലപാടുകളും ഐക്യരാഷ്ട്ര സംഘടനയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കൗൺസിൽ എല്ലാം തന്നെ അംഗീകരിച്ച ആ നിലപാടുകൾ യാഥാർത്ഥ്യമാകുന്നത് ഇനിയും വൈകുമെന്ന് തന്നെയാണ് നിലവിലെ സംഭവവികാസങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.